എറണാകുളം കാളിയാറിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടിരിക്കുകയാണ്. ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് അപകടനില പിന്നിട്ടു എന്നാണ് വിവരം. സൈഫിനിസ അലിയാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൈഫിനിസ, എറണാകുളത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ പെരിയാറിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമുക്കറിയാം, കോട്ടയം ജില്ലയിലും ഇടുക്കിയിലുമൊക്കെ കഴിഞ്ഞ ദിവസം വലിയ അളവിലാണ് മഴ പെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ആ മഴയുടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് അത് എറണാകുളം ജില്ലയെ സാരമായി ബാധിക്കും. ഇപ്പോൾ ജില്ലയിലെ സ്ഥിതിഗതികൾ എന്താണ്? ജലാശയങ്ങളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ എന്താണ്? ഒപ്പം മഴ സാഹചര്യം എങ്ങനെയാണ്? എറണാകുളം ജില്ലയിൽ ഇപ്പോൾ രാവിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എങ്കിൽ പോലും ഇടവിട്ട് ചെറിയ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഇതായിരുന്നില്ല സ്ഥിതി. ഇന്നലെ ശക്തമായ മഴയായിരുന്നു. ഇന്നലെ 8 മണിക്ക് ശേഷം തന്നെ നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഉച്ചയ്ക്ക് ശേഷം അത് അപകടനില പിന്നിടുന്നു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. പെരിയാറിൽ തന്നെ ഇപ്പോൾ ഈ വെള്ളം അത് കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഒപ്പം തന്നെ ഈ മൂവാറ്റുപുഴയാറിന്റെ പോഷക നദികളാണ് കാളിയാറും തൊടുപുഴയാറും. തൊടുപുഴയാറ് ഈ മുന്നറിയിപ്പ് നില പിന്നിട്ട് അപകടനിലയും പിന്നിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മൂവാറ്റുപുഴയാറിലും അപകടനില പിന്നിട്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴയാറിന്റെ സമീപത്തുള്ള സ്ഥിരം വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. ഈ ലാഹ്യ കോളനിയൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളത്തിനടിയിലായിരുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുകയും ചെയ്യുന്നത്. ഇന്നും മഴ ശക്തമാവുകയാണെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മറ്റൊന്ന്, കാളിയാറിൽ മുന്നറിയിപ്പ് നില പിന്നിട്ടിരിക്കുകയാണ്. മഴ ശക്തമാവുകയാണെങ്കിൽ അവിടെയും അപകടനില കടക്കും എന്ന രീതിയിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പരമാവധി മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുന്ന ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഏലൂർ നഗരസഭയിലടക്കം ഈ വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ മാറ്റിപ്പാർപ്പിക്കൽ നടപടികൾ ഇന്നലെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ ഭൂതത്താൻകെട്ട് അണക്കെട്ടിലേക്ക് അടക്കം ശക്തമായി വെള്ളം വരുന്നുണ്ട്. കാരണം നമ്മുടെ ഈ കിഴക്കൻ മേഖലയിലേക്കുള്ള മഴയുടെ അളവനുസരിച്ചാണ് ഈ ഡാമുകളിലേക്കുള്ള വെള്ളം വരുന്നത്. അപ്പോൾ മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ രീതിയിലാണ് ഇപ്പോൾ ഈ കിഴക്കൻ മേഖലയിലെ അവസ്ഥ. പക്ഷേ തീരപ്രദേശത്തേക്ക് വരുമ്പോൾ തീരപ്രദേശത്ത് ഈ കടൽക്ഷോഭവും അതിരൂക്ഷമാണ്. ചെല്ലാനം, കണ്ണമാലി പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലാണ് കടൽക്ഷോഭം ഉണ്ടായത്. പല വീടുകളിലേക്കും വെള്ളം കയറി നിരവധി പേരെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്നും ഒരു 11 മണിക്ക് ശേഷം കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കടൽ പരമാവധി വെള്ളം എടുക്കാതിരിക്കുമ്പോൾ അത് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കടൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. ആ സാഹചര്യം ഇനിയും തുടരുകയാണ് എങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്.